ഇതാരാണെന്നറിയണ്ടേ? യവനാണ് രേണുവിൻ്റെ ശിങ്കിടിയായിട്ട് നിന്നുകൊണ്ട് കിച്ചുവിനെ ഓരോന്ന് പറയണത്. അതായത് ജനങ്ങളിലേക്ക് കിച്ചുവിനെ നെഗറ്റീവിലേക്ക് ഇട്ടുകൊടുക്കുന്ന യവനാണ്. രേണുവിൻ്റെ പക്ഷം ചേർന്ന് നിന്നുകൊണ്ട് യവനും പിന്നെ ശാരിക പിന്നെ ആര് അങ്ങനെയുള്ള കുറച്ച് പേരുണ്ട്. പക്ഷെ ഇവൻ മെയിനായിട്ട് വന്നിട്ടുണ്ട്. 2 ദിവസം മുമ്പ് കിച്ചു വന്ന് ഒരു കാര്യം പറഞ്ഞായിരുന്നു. അമ്മേരെ ആ ഒരു സബ്സ്ക്രിപ്ഷൻ്റെ ഈ കാരണം കൊണ്ടാണ് അവനും അമ്മയായിട്ടുള്ള, അതായത് വളർത്തമ്മയെന്ന് രേണു അവകാശപ്പെടുന്ന ആ സ്ത്രീയുമായിട്ട് ഉള്ള വിഷയം അവിടെ പറയുന്നത് കിച്ചു. ഇതിന് ശേഷം രേണു പ്രതികരിച്ചു. രേണു കിച്ചുവിനെ മോശമായ രീതിക്കൊക്കെ രേണു പറയുന്നുണ്ട്. അതൊന്ന് കേൾക്കാം. നമുക്ക് രണ്ടുപേർക്കും അറിയുന്ന പല കാര്യങ്ങളുണ്ട് അല്ലെ കിച്ചു? ഫ്യൂച്ചർ വരെ ബാധിക്കുന്ന കാര്യങ്ങളുണ്ട്. സോ അതെന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കിച്ചു. എന്റെ കുഞ്ഞ് നിന്നെ ചേട്ടനായിട്ട് കണ്ടുപോയി, ഇനി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കിച്ചു. അവർക്ക് 2 പേർക്കും രേണുവിനും കിച്ചുവിനും അറിയാവുന്ന പല കാര്യങ്ങളും ഉണ്ട് എന്ന് രേണു പറയുന്നുണ്ട്. അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ രേണു എന്ത് ചെയ്യണമായിരുന്നു? നിന്റെ ബാക്കിൽ നിന്ന് അവനുണ്ടല്ലോ, ഒത്തിരി നേരത്തെ ഷർട്ടും ഇല്ല, പാൻറ്റും നിക്കർ മാത്രം ചെട്ടി മാത്രം ഇടുന്നതാണ് നല്ലത്. അവൻ പല ഇതിൽ ന്യായീകരിക്കുന്നുണ്ട്. ഞാൻ ഷർട്ട് ഇടാതെ റീൽസ് എടുത്തതിന് ഓരോരുത്തർ പ്രതികരിച്ചു വന്നു എന്ന്. നീ ഒന്നും ഇട്ടില്ലെങ്കിൽ ഇപ്പോൾ ആ ജനങ്ങൾക്ക് ഒരു കുഴപ്പവും ഇല്ല. എന്നാലും ഷർട്ട് ഇട്ടില്ലെങ്കിലും എന്തിട്ടില്ലെങ്കിലും രേണു അഭിനയിക്കും. അത് വേറൊരു കഥ. രേണുവിൻ്റെ മൂട് താങ്ങിയായിട്ടുള്ള അവനുണ്ടല്ലോ രേണു നിനക്ക് കൂട്ട്, അവനെയൊക്കെ പിടിച്ചു വെച്ചും കൊണ്ടാണല്ലോ നീ ഇതിങ്ങനെ ഈ മകനെ പറയുന്നത്. ഇതിലൊക്കെ വിഷമമുണ്ട് കേട്ടാ. നിങ്ങൾക്കിടയിൽ എന്തൊക്കെയോ സംഭവിച്ചു, ഫ്യൂച്ചറിനെ ബാധിക്കുന്ന കാര്യമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. നേരെ തിരിച്ചും ആവാം. ഇതിപ്പോൾ കിച്ചുവിനെ മോശക്കാരനാക്കി ഇട്ട് കൊടുക്കാൻ വേണ്ടി രേണു മറ്റേ അവൻ്റെ അടുത്ത് പറഞ്ഞു, അതുപോലെ ബാക്കിയുള്ളവരുടെ അടുത്ത് എല്ലാം അങ്ങ് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. നിങ്ങൾ അങ്ങനെ പറയണം ഇങ്ങനെ പറയണമെന്നും പറഞ്ഞുകൊണ്ട്. അപ്പം നമുക്ക് ബാക്കി കേൾക്കാം. ഞാൻ മരിച്ചാ പോലും എനിക്ക് നീ ഒന്നും ചെയ്യണ്ട. എന്റെ ഋതപ്പൻ, എന്റെ കുഞ്ഞ്, ഞാൻ പ്രസവിച്ച എന്റെ ഒരേ ഒരു കുഞ്ഞ്, നിന്നെ ഞാൻ ആ ഋതപ്പനേക്കാൾ കൂടുതൽ ഞാൻ സ്നേഹിച്ചു. നീ സ്നേഹിച്ചതെന്ന് പറയാതിരിക്കണേണ് രേണു നല്ലത്. നീ 50 രൂപ അല്ലെങ്കിൽ പോട്ട് 10 രൂപ നീ കൊടുത്തിട്ടുണ്ടെങ്കിലും നീ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു സ്വന്തം അമ്മയാണ് എങ്കിൽ മറച്ചു വെക്കേണ്ട കാര്യങ്ങളൊക്കെ മറച്ചു വെക്കും. മക്കളിൽ എന്ത് തെറ്റ് വന്നാലും അവരെ പറഞ്ഞ് ഉപദേശിക്കും. നീ അത് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. നീ അവിടെ ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ രേണു. നീ ഒരു ദിവസമെങ്കിലും ഈ കുട്ടികളെ കൂടെ പോട്ട് കിച്ചുവിൻ്റെ കൂടെ നിൽക്കണ്ട. നീ നിൻ്റെ മകനെന്ന് അവകാശപ്പെടുന്ന ഋതപ്പൻ്റെ കൂടെ ആയിരുന്നാലും നീ ഒരു ദിവസമെങ്കിലും ഉണ്ടോ രേണു? നീ എവിടെയാണ് പോണത്? ഒന്നുകിൽ ദുബായിൽ ബാർ ഉദ്ഘാടനത്തിന് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറഞ്ഞൊക്കെ പോവും. ഇതൊക്കെ ഇങ്ങനെയൊക്കെ പോയിട്ട് ഇപ്പം രേണു വന്നിരുന്നും കൊണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. ആ സ്വന്തം മകന്, അതായത് നിൻ്റെ വയറ്റിൽ സുധിക്ക് ജനിച്ച മകൻ നിൻ്റെ വയറ്റിലാണല്ലോ കിടന്നത് ഋതപ്പൻ. ഇത് പോട്ട് സുധീരെ മകനാണെങ്കിലും അമ്മ വേറെ പോട്ട്. അതിന് അമ്മയില്ല, ഇപ്പം അതിന് അച്ഛനും ഇല്ല. അതുകൊണ്ട് നിനക്ക് എന്തും പറയാമല്ലോ. അതിൻ്റെ ഒരു സ്വാതന്ത്ര്യമാണല്ലോ നിൻ്റെ കൂടെ കൂടി നിൽക്കുന്നവരും മുതലെടുത്തത്. ആ ഒരു കുട്ടി എന്തെല്ലാം പറയുന്നു. നിനക്കുണ്ടായ മകനെ പോലും ഒരു നോക്ക് നീ നോക്കുന്നുണ്ടാ? ഒന്നും ചെയ്യുന്നില്ല. അതിൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. എന്നിട്ട് നീ പറയണത് എന്തോന്നാണ്? എടാ കിച്ചു, നീ വല്ലതാ അവന് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടാ? നീ എന്തെങ്കിലും കൊടുത്തിട്ടാണ് പറയണത്. നമ്മൾ കണ്ടിട്ടുണ്ട്, കിച്ചുവിൻ്റെ വീഡിയോകളിലുണ്ട്. കിച്ചു കൊണ്ടുവന്ന് കെട്ട് കണക്കിന് കൊടുക്കണതും എല്ലാം. കൂടുതൽ ഞാൻ നിനക്ക് എന്റെ സബ്സ്ക്രിപ്ഷൻ കിട്ടിയ പൈസ വരെ ഞാൻ നിനക്ക് തന്നു. ഒരുപാട് പൈസ ഞാൻ ഉറക്കമൊഴിച്ച്, ഞാൻ ആൽബങ്ങൾ ചെയ്തത്, ഞാൻ ഉറക്കമൊഴിച്ച് ഗൾഫിൽ പോയി. നീ ഉറക്കമൊഴിഞ്ഞിരുന്ന് സബ്സ്ക്രിപ്ഷൻ ചെയ്ത പൈസ എന്താണ് വേലകളെന്നൊക്കെ എല്ലാവരും കണ്ടല്ലോ. രേണു ഉറക്കമൊഴിഞ്ഞിരുന്ന് സബ്സ്ക്രിപ്ഷൻ ചെയ്തത്, അതായത് നാക്കിട്ട് കറക്കല്, എല്ലാ പ്രവൃത്തിയും ഉണ്ടായിരുന്നു രേണുവിന്. കൊച്ചു പിള്ളേരെ രേണു പറഞ്ഞ് അതിൽ 20 വയസ്സ് 21 വയസ്സ് 20 വയസ്സിൽ താഴ്ന്ന പിള്ളേരാണ് ഈ സബ്സ്ക്രിപ്ഷൻ കൂടുതലും ഒന്നും രേണു മീഡിയയുടെ മുന്നിൽ പബ്ലിക്കായിട്ട് പറഞ്ഞു. ഇങ്ങനെയുള്ള കുട്ടികളാണ്. എന്നിട്ട് പറയും ചേച്ചി നാളെയും വരണേ, ചേച്ചി നാളെയും വരണേ. എന്നിട്ട് പറയും ചേച്ചി അങ്ങനെ ചെയ്യ്, അങ്ങനെ കാണിയില്ല, ഇങ്ങനെ കാണി. ഇതെല്ലാം നീ കാണിച്ചില്ലേ രേണു? അപ്പം ആ പ്രായത്തിലുള്ള മകനല്ലേ രേണു ഈ മകൻ?
അന്ന് അവനെ അറിഞ്ഞൂടായിരുന്നു. അവൻ നല്ല സന്തോഷത്തിൽ പറഞ്ഞു, നീ പറഞ്ഞു ആ മകനെ ഞാൻ സബ്സ്ക്രിപ്ഷൻ തുടങ്ങാൻ പോണു. ഓ നല്ല കാര്യം, എത്രയോ പേര് നല്ല രീതിക്ക് സബ്സ്ക്രിപ്ഷൻ ചെയ്യണവരുണ്ട്. പക്ഷെ നീ അങ്ങനെയാണോ ചെയ്തത്? നിനക്ക് ഈ പൈസ വന്ന് കയറി വന്നപ്പോൾ നീ എന്തോന്ന് ചെയ്തു? കുറച്ചുകൂടെ പണം വേണമെന്ന് പറഞ്ഞു. എന്നിട്ട് സ്വന്തം മകനല്ല, പോട്ട് വളർത്തു മകൻ, ആ മകനോട് വിളിച്ച് പറയുന്നു എനിക്ക് 3 ലക്ഷം വരെ കിട്ടിയെന്നു. പിന്നെയാണ് ഈ മകൻ കാണാൻ ഇടയാകുന്നത് നിൻ്റെ രംഗങ്ങൾ. പുറത്ത് വന്നതിന് ശേഷമാണ് ആ മകൻ കാണുന്നത്. അഥവാ അവനും സബ്സ്ക്രിപ്ഷൻ എടുത്ത് കാണുമായിരിക്കും. അതെന്തോ ആവട്ടെ, അതിൽ പോട്ടെ. അപ്പം നീ 50 കൊടുത്തതും 25 കൊടുത്തതും 10 കൊടുത്തതും എല്ലാം നിൻ്റെ ശിങ്കിടിയായിട്ടുള്ള ബാക്കിൽ നിൽക്കണവരടുത്ത് പറയാതെ നീ എന്ത് ചെയ്യണമായിരുന്നു? അവൻ്റെ അടുത്ത് അവന് പറഞ്ഞു വിലക്കേണ്ട കാര്യങ്ങൾ നിനക്ക് വിലക്കാമായിരുന്നല്ലോ. അത് നീ ചെയ്തില്ല, ബാക്കിയുള്ളവരെ കൊണ്ട് ചെയ്യിച്ചു. പ്രൊമോഷൻ ചെയ്തതെല്ലാം ഞാൻ നിനക്ക് അതിന് ഒരു ഓഹരി ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. നീ അതെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ആ ചാറ്റുകളെല്ലാം എൻ്റെ ഉണ്ട്. പക്ഷെ ഞാൻ അതൊക്കെ കാണിക്കത്തില്ല കിച്ചു. നീ അല്ല ഞാൻ. നീ കാണീര് രേണു, നീ കാണിച്ചാലും ഇവിടെ ആർക്കും ഒന്നുമില്ല. നിനക്കിപ്പം ഫുള്ള് നെഗറ്റീവാണ്. നീ ഇടയ്ക്ക് വെച്ച് നീ നല്ല ഇതാക്കിക്കൊണ്ട് അസുഖത്തിൻ്റെ പേരും പറഞ്ഞ് രേണു നല്ലതുപോലെ അഭിനയിച്ചിട്ട് രേണു പോസിറ്റീവാക്കിയെടുത്ത് ജനങ്ങളെ നെഗറ്റീവായി കിടന്ന പോസിറ്റീവാക്കിയെടുത്ത്. അയ്യോ പാവ അങ്ങനെയാണ് അങ്ങനെയാണ്. പിന്നെയല്ലേ രേണുവിൻ്റെ തനി സ്വഭാവം അറിയണത്. ആ ഒരു മകനെ എന്തെല്ലാം ആളുകളെ കൊണ്ട് പറയിക്കുന്നു. ഇപ്പം എല്ലാവരും നേരെ തിരിഞ്ഞില്ല. അന്ന് കിച്ചുവിന് ഭയങ്കര സൈബർ അറ്റാക്കായിരുന്നു. ഇപ്പം കിച്ചുവിനെ ഒരുപാട് പേര് സ്നേഹിക്കുന്നുണ്ട്. ആരൊരു വീഡിയോ ചെയ്താലും ഇപ്പം കിച്ചു എന്ന് പറയുന്ന കേൾക്കാനേ ഉള്ളൂ. അത് രേണു നീയാണ് അത് ഇട്ട് കൊടുത്തത്, നീയാണ് അതിന് ഉത്തരവാദി. അല്ലെങ്കിൽ നീ നല്ലതുപോലെ ആ മകനെ പോട്ട് അവൻ വരട്ട് നിന്നെ കാണാൻ. അന്ന് വന്നപ്പോൾ നിന്നെ കാണാൻ പറ്റിയില്ല, ശരിയാണ്, നീ ഹോസ്പിറ്റലിലായിരുന്നു. അവൻ വീട്ടിൽ വന്നിട്ട് പോയി. നീ എന്തിനാണ് അതൊക്കെ അറിയിക്കണത്? അന്ന് അറിയിക്കേണ്ട ഒരു കാര്യമല്ല. അതിലൊക്കെ ഓരോരുത്തന്മാരെ അറിയിച്ച് അവന്മാരത് വീഡിയോ ആക്കിയിട്ട് കിച്ചുവിനെ വേറും അങ്ങ് മോശക്കാരനാക്കി ഇട്ട് കൊടുത്തത് രേണു അല്ലേ മറ്റുള്ളവരിൽ എത്തിച്ചത്? അമ്മ സ്വന്തം പെറ്റതള്ള നിന്നെ ഇട്ടിട്ട് പോയതൊക്കെ 1.5 വയസ്സുള്ള കഥകൾ വരെ എന്നോട് നീ പറഞ്ഞു. കൊല്ലത്തെ വീട്ടിൽ വെച്ച് നീ അനുഭവിച്ച ചെറുപ്പത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ വരെ നീ അതിനെന്ത്? അതിപ്പോൾ എന്തെല്ലാം പറയണ്. അതിനെ അമ്മ ഇട്ടിട്ട് പോയത് പറഞ്ഞാൽ എന്താണ്? എൻ്റെ അമ്മ ചിലപ്പോൾ 2 വയസ്സായപ്പോൾ ഇട്ടിട്ട് പോയ കാര്യം വേറെ അതിൻ്റെ വീട്ടിലുള്ള മറ്റാരെങ്കിലും പറഞ്ഞുള്ള അറിവിൽ ആ കുട്ടിക്ക് അറിയാമായിരുന്നു. അത് നിൻ്റെ അടുത്ത് പറഞ്ഞ് ഒന്നും അല്ലെങ്കിൽ നീ സുതിയെ കല്യാണം കഴിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഇത് വെച്ചിട്ട് നീ ഒരു നല്ല അമ്മയായിരിക്കും, നല്ലൊരു പോറ്റമ്മയായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ആ കുട്ടി പറഞ്ഞു. അതിനിപ്പോൾ എന്താണ് തെറ്റ്? എന്നോട് പറഞ്ഞിട്ടുണ്ട്. രാഹുൽ ദാസിനെ പറ്റി എന്നെ പറ്റി പറയുന്നല്ലോ സബ്സ്ക്രിപ്ഷൻ. ഞാൻ സബ്സ്ക്രിപ്ഷൻ അല്ലേ തുടങ്ങുള്ളൂ നിയമപരമായിട്ട്. നിയമവിരുദ്ധമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഈ സബ്സ്ക്രിപ്ഷനായിട്ട് തുടങ്ങി പലതും മോശമായിട്ട് തന്നെയാണ് ചെയ്തത്. പിന്നെ ഗൾഫിലൊക്കെ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. ഗൾഫിലൊക്കെ അന്ന് പോയിട്ട് എടുക്കാൻ വയ്യാത്ത പെട്ടിയും തൂക്കി അങ്ങോട്ട് കൊണ്ടുപോയിട്ട് തിരിച്ച് ആ പെട്ടിയൊന്നും കാണുന്നില്ല. എന്തൊക്കെയോ ഇതിനാണ് പോണേന്നൊക്കെ പറയുന്നുണ്ട്. എന്തൊക്കെയോ കടത്തുണ്ടെന്നോ അങ്ങനെ ഇങ്ങനെയൊക്കെയാണെന്ന് പറയുന്നുണ്ട്. ഇത് പിടിക്കപ്പെട്ടാലും നിയമവിരുദ്ധമായിട്ട് തന്നെയാണ്. അപ്പം ഇവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വല്ല പെറ്റി കേസാ അങ്ങനെ എന്തെങ്കിലും അല്ല. നീ പറയുന്നുണ്ട്, നീ പറയും നിന്നെ കയറി പിടിക്കാൻ വന്നു എന്ന്. ഓ അമ്മയെ പിടിക്കാൻ വന്നു. എനിക്കെന്നല്ല എല്ലാവർക്കും തോന്നുന്നത്. രേണു ആ 20 വയസ്സായ ഒരു പയ്യനെ വെച്ചിട്ട് പറഞ്ഞു 20 വയസ്സായ പയ്യന്മാരാണ് മൊത്തം സബ്സ്ക്രിപ്ഷനിലെന്ന് പറയുന്നുണ്ട്. നിനക്കങ്ങനെ തോന്നിക്കൂടാന്നില്ലല്ലോ. നിനക്ക് തോന്നിയിട്ടുണ്ടെങ്കിലോ അങ്ങനെ നീയാണ് അങ്ങോട്ട് ചെയ്തെങ്കിലോ? അഥവാ അല്ലെങ്കിൽ തന്നെ ഇനി വേണമെങ്കിൽ നീ പറയും. അന്നേ കിച്ചു പറഞ്ഞു ഒന്നുകിൽ വേണമെങ്കിൽ പറഞ്ഞുണ്ടാക്കും, ഞാൻ കയറി പിടിച്ചെന്ന് പറയും. ഇതല്ലേ നീ പറയാൻ പോണത്? കൂടുതലും നീയല്ലേ രേണു പറഞ്ഞുകൊണ്ട് കിടക്കണം നിനക്ക് കൊച്ചു പയ്യന്മാരെയാണ് ഇഷ്ടം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിടക്കുന്നുണ്ടല്ലോ. ഈ കിച്ചു ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നതിൻ്റെ പിറകിൽ ഒരുത്തൻ വന്നു, ആ ഷർട്ടില്ലാതെ നിന്നോൻ വന്ന് ന്യായീകരിക്കുന്നുണ്ട്. ഇപ്പോഴല്ലേ മനസ്സിലായത് അതാരാണെന്ന്. രേണു ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞായിരുന്നു മുസ്ലിം പയ്യൻ്റെ കാര്യം. ഇപ്പോഴല്ലേ കത്തിയത്. ചുമ്മാ അല്ല യമ വാലാട്ടിയായിട്ട് നടക്കണത്. യമ ഹോസ്പിറ്റലിൽ കിടന്ന് തർക്കിക്കുന്നുണ്ട്. രേണുവിന് എന്തോന്ന് ഛർദിയായിട്ട് പോയത് ക്ഷീണം കൊണ്ടാണെന്ന് പറയുന്നുണ്ട്. രേണുവിൻ്റെ പിൻഗാമിയായിട്ട് നിന്ന മറ്റുള്ളവരുമായിട്ടൊക്കെ തർക്കിക്കുന്നുണ്ട് ഇവൻ എവിടെ പോയാലും ഉണ്ട്. അവളെ വീട്ടിൽ അവിടെയാണ് സംഭവം. രേണുവിൻ്റെ വീട്ടിലാണ് അവൻ. എന്തുകൊണ്ടാണ് കിച്ചു അതിനകത്തോട്ട് കയറാത്തത്? കിച്ചുവിനെ അടിച്ച് പായിച്ചതിൻ്റെ കാര്യം എന്താണ്? ഇങ്ങനെയുള്ള കാരണങ്ങളാണ്. ഇപ്പോഴല്ലേ മനസ്സിലായത് ഇത് എവനാണെന്ന്.
അന്ന് രേണു മുഖമൊക്കെ മറച്ച് തലയൊക്കെ അങ്ങോട്ട് മുടിയൊക്കെ മറച്ച് മുസ്ലിം പയ്യനാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. അന്ന് ഫുള്ളും ആൽബം പാട്ടൊക്കെ ആയിരുന്നു. അപ്പം നമുക്ക് കേൾക്കയ്യവ ഇരുന്നും കൊണ്ട് തള്ളണത്. രേണു ഹോസ്പിറ്റലായിരുന്നു. രേണുവിന് ക്യാൻസറാണ്, എല്ലാവർക്കും അറിയാലോ. പക്ഷേ ഇന്ന് ഹോസ്പിറ്റലിൽ പോയത് ക്യാൻസറുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യത്തിനായിരുന്നില്ല. രേണു ഒന്ന് രാവിലെ കയറി ഒന്ന് തൂങ്ങിയായിരുന്നു. ഒന്ന് രാവിലെ കയറി ഒന്ന് തൂങ്ങിയായിരുന്നു, ഒന്ന് തൂങ്ങി ആടിയായിരുന്നു. ഇത് രേണു ചെയ്യിക്കണതാണ്. രേണുവിൻ്റെ വീട്ടുകാരും കൂടി ചെയ്യിക്കണതാണ്. ബാക്കി പറയാം. ഫാനിൽ അപ്പം രേണുവിൻ്റെ ചേച്ചിയുടെ ഭർത്താവ് ലിബു കണ്ടതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടുള്ളത്. ഓ, ചേച്ചിയുടെ ഭർത്താവ് ലിബു, അതായത് രേണു കൊണ്ടുവന്ന് രേണു പോയി ഏതൊരു രീതിക്കായിരുന്നാലും പണം കൊണ്ടുവന്നിട്ട് അന്വേഷിക്കുന്നുണ്ട്. അതായത് ചേച്ചിയെയും ചേച്ചിയുടെ ഭർത്താവിനെയും മക്കളെയും അമ്മയും അച്ഛനെ എല്ലാവരെയും രേണുവാണ് തീറ്റിപ്പോറ്റുന്നത്. അപ്പം അവരാണ് ഇത് കണ്ടത്. അവർക്ക് വിഷമമാണ്. രേണു 10 രൂപയായിരുന്നാലും രേണുവിൻ്റെ ഭർത്താവായിട്ടുള്ള സുധീര മകൻ, അതായത് കിച്ചു സുധിക്ക് കൊടുക്കുമ്പോൾ രേണു വന്നിരുന്നു ഭയങ്കര കണക്കുറച്ചിലാണല്ലോ. അവൻ എൻ്റെന്ന് അത്ര കൊടുത്ത്, അവൻ എത്ര ചോദിച്ചു മേടിച്ചു എന്നൊക്കെ പറഞ്ഞും കൊണ്ട് പറയുന്നുണ്ടല്ലോ. രേണു, നീയല്ലേ സുധിയെ വെച്ചും കൊണ്ട് എന്തുമാത്രം പണം ഉണ്ടാക്കി രേണു. ആ ഒരു മനുഷ്യനെ വെച്ചിട്ട്, അതായത് കിച്ചുവിൻ്റെ അച്ഛനെ വെച്ചിട്ട്, കിച്ചു സുധിയുടെ അച്ഛനെ വെച്ചിട്ട് ആ ഫോട്ടോയൊക്കെ കാണിച്ച് എന്തുമാത്രം സിമ്പതി രേണു പിടിച്ച് പറ്റി രേണു. എന്നിട്ടാണല്ലോ ഈ രേണു വന്നിരുന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത്. കിച്ചുവിന് പൈസ കൊടുത്തു എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ ഈ നേരത്തെ ആ കൊച്ചിനെ പെട്ടിയിൽ വെക്കായിരുന്നു. കാരണം ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞതാണ് ഏറ്റവും കുറച്ച് കഴിഞ്ഞെങ്കിൽ ആ കൊച്ചിനെ പെട്ടിയിൽ വെക്കായിരുന്നു. തൂങ്ങി ഇങ്ങനെ ആടി. ഫാനിലാണ് തൂങ്ങണത്. ഫാനിൻ്റെ ഇതളൊക്കെ വന്ന് ഒടിഞ്ഞ് വീണ്, ഇളവി വന്ന് വീണ്, അങ്ങനെ ഇങ്ങനെ ആടി. ചേച്ചിയുടെ ഭർത്താവാണ് കണ്ടത്. നല്ല കഥയാണ്, നല്ല കഥ ഉണ്ടാക്കണേ. ചേച്ചിയുടെ ഭർത്താവാണ് കണ്ടത് കൊണ്ട് അഴിച്ചിടാനായിട്ട് ചെല്ലുന്നുമ്പോൾ ഒടിഞ്ഞു വന്നങ്ങ് വീണു, ഇതളൊടിഞ്ഞു വന്ന് വീണ്, ഇളവി വന്ന് വീണു. ഇല്ലായിരുന്നെങ്കിൽ ഇപ്പം പെട്ടിയിലാക്കായിരുന്നു. പിന്നെ എല്ലാവരെയും പെട്ടിയിലാക്കാതെ പിന്നെന്തേലും അവിടെ പൂജിക്കാൻ വയ്ക്കുമോ? എല്ലാവരെയും പെട്ടിയിൽ തന്നെ അടക്കണത്. സുധിയെ അങ്ങനെയായിരുന്നു. സുധീരെ അമ്മയ്ക്ക് പോലും വിട്ടുകൊടുത്തില്ല. ആ പാവം മകൻ, ആ വയസ്സായ അമ്മയ്ക്കോ ആ സുധീരെ ജ്യേഷ്ഠനോ അവരെ കുടുംബക്കാർക്കും വിട്ടുകൊടുത്തില്ല, കാണാൻ പോലും കൊടുത്തില്ല. ഹിന്ദു നിയമപ്രകാരം രേണു ക്രിസ്ത്യനുമാണ്. അപ്പോൾ ഹിന്ദു നിയമപ്രകാരമാണ് അവരെ അടക്കാനുള്ളത്. അതിനെ ഉടനെ ഈ രേണു കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ മകനെ അച്ഛനിൽ നിന്ന് അകറ്റി മാറ്റിയതിന് ശേഷം ഈ ബോഡി, കിച്ചുവിൻ്റെ അച്ഛൻ്റെ ബോഡി കൊണ്ടുവന്ന് രേണുവിൻ്റെ വീട്ടുകാരും കൂടെ ആ പള്ളിയിലാണ് കൊണ്ടുവന്ന് അടക്കിയത്. അതിന് പോലും കൊടുത്തില്ല. കൗതുകകരമായിട്ട് എനിക്ക് തോന്നിയത് ഇവളുടെ മൂത്ത മകനെന്ന് അവകാശപ്പെടുന്ന ഒരു പരനാറിയുണ്ട്. എനിക്ക് കൗതുകപരമായിട്ട് തോന്നുന്നു. നീയല്ലേ ഇപ്പം അവിടെ കയറി കിടക്കണത് പൊന്ന് സഹോദര, നീയല്ലേ അവിടെ കയറി കിടക്കണത്. എൻ്റെ പൊന്നെ, നീയല്ലേ ഇപ്പം അവരെ ഇതിൽ തിന്നോണ്ട് കിടക്കണത് അവിടെ. അവകാശപ്പെടുന്ന ഒരു പരനാറിയുണ്ട്. അവനെ അങ്ങനെ തന്നെ വിളിക്കണം, വേറെ നാറിയാണ്. നീ അവനെ നാറിയെന്ന് വിളിക്കാൻ നീ ആര്? നീയല്ലേ ഇപ്പം നാറിയായിട്ട് അവിടെ കയറി കിടക്കണത്. ഇവനാണ് ഇപ്പം നാറിയായിട്ട് ആ വീട്ടിൽ കയറി കിടന്ന് തിന്ന് കിടക്കണത്. രേണുവിനെ എവിടെ കൊണ്ടുപോയാലും പിറക്കുന്നുണ്ട്. രേണു ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ് എൻ്റെ വീട്ടു ചേച്ചിക്കൊക്കെ അറിയാം, അത് യവനായിരുന്നു. 1-2 തരം ഷോർട്ട് ഫിലിമിൽ ആൽബത്തിൽ അങ്ങോട്ടേക്ക് അഭിനയിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. അവൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടു. അത് കണ്ടിട്ടുള്ള ഒരു മാനസിക ബുദ്ധിമുട്ടുകൊണ്ടാണ് അത്ര അവൾ തോന്നിയത്. ഇതിപ്പോൾ വേറെ ഒന്നും കൊണ്ടല്ല, നിന്റെ കാരണം കൊണ്ടാണ് അങ്ങനെ അഥവാ ചെയ്തിട്ടുണ്ടെങ്കിലും ചെയ്തിട്ടുള്ളത്. നീ ആയിരിക്കും അതിന് ഉത്തരവാദി, അല്ലാതെ കിച്ചു അല്ല. കിച്ചുവിന് പറയാൻ പല കാര്യങ്ങൾ കാണും. ഞാൻ നമ്മളെ കുറെ ചീത്ത വിളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നിരുന്നു പറഞ്ഞ പോലും ഞാൻ അവളെ കുറെ ചീത്ത വിളിക്കുകയൊക്കെ ചെയ്തു. അവള് സ്ഥാനവും ഏറ്റി, കൊച്ചാപ്പ സ്ഥാനവും ഏറ്റി. ഈ ഒരു അസുഖത്തിൽ നിൽക്കുന്ന ഒരാളാണ്. മാനസികമായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ആകെ തകർന്നു പോകും. എൻ്റെ കുട്ടി എന്തായാലും തലോടാൻ സാന്ത്വനിപ്പിക്കാനായിട്ടാണ് നമ്മളെ കൊച്ചാപ്പ അവിടെ ഉള്ളത്. അതുകൊണ്ടാണ് കൊച്ചാപ്പാക്ക് ഇത്രയും വിഷമം. എന്നിരുന്നാൽ പോലും ഞാൻ പറയാലോ, ഈ കിച്ചു എന്ന് പറയുന്ന ഒരുത്തൻ, അവനെ എന്താ പറയുക, കുറേ സോഷ്യൽ മീഡിയയിൽ കുറേ ആൾക്കാരും കുറച്ച് അമ്മച്ചിമാരും എല്ലാം സ്വന്തം മകനായിട്ട് കേരളത്തിൽ സോഷ്യൽ മീഡിയയിൽ കുറേ അമ്മച്ചിമാരും അങ്ങനെയുള്ളവരെന്ന്. നീ എന്തേലും മൂത്താപ്പായ, അതേ നീ കൊച്ചാപ്പായ.
എടോ രേണു പറയുന്നില്ലേ എൻ്റെ വളർത്തുമകനാണ്, എൻ്റെ എന്തൊരു പോറ്റുമകനാണെന്നൊക്കെ. അങ്ങനെയുള്ള ബന്ധമെങ്കിലും ഉണ്ടല്ലോ. നീ എന്തിനാണ് കയറി കിടക്കണത്? മനസ്സിലാവാത്തോണ്ട് ചോദിക്കുകയാണ്. നീ എന്തിനവിടെ കയറി കിടക്കണ്? എടോ നീയൊക്കെ കിച്ചുവിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊട്. ഇപ്പം നീയും കൂടെ അവിടെ കയറി കിടക്കണം. എല്ലാം കണക്ക് തന്നെയാണ്. ദത്തുപുത്രനായിട്ടൊക്കെ കൊണ്ടുനടക്കുന്നത്. ഈ നാറിയൊന്നും അങ്ങനെ മോനല്ല, അവനൊന്നും അങ്ങനെ കൊണ്ടുനടക്കില്ല. രേണു പറയാതെ പറഞ്ഞു പോയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. കേരളത്തിൻ്റെ ദത്തുപുത്രനായിട്ട് കൊണ്ട് ഒരു കുട്ടിയെ ഏതെല്ലാം രീതിക്ക് ഈ നാറി നാറ്റിക്കണം എന്ന് ഓർമ്മിച്ച് നോക്കണം. കേരളത്തിൻ്റെ ദത്തുപുത്രൻ. എടോ സുധീര ഫോട്ടോ വെച്ചിട്ടാണ് രേണു ലക്ഷങ്ങൾ ഉണ്ടാക്കിയത്, ലക്ഷങ്ങൾ തട്ടിയെടുത്തത്. സുധീര ഈ കിച്ചുവിൻ്റെ അച്ഛനെ വെച്ചിട്ടാണ് തട്ടിയെടുത്തത്. സിമ്പതി പിടിച്ചു പറ്റി വാങ്ങിച്ചതാണ്. എന്നിട്ടിപ്പോൾ പറയുന്നത് ദത്തുപുത്രനായിട്ട് കൊണ്ടു കിടക്കണമെന്ന്. അല്ല ഇവനെ മിക്കവാറും എത്തിക്കൂടെ വലുതാവാൻ പയ്യവൻ കൊടുക്കും നല്ലത്. അവൻ പറഞ്ഞത് 2 വയസ്സ് വരെ അവന് അമ്മയുടെ സ്നേഹം കിട്ടിയിട്ടുള്ളൂ, പെറ്റമ്മയുടെ സ്നേഹം കിട്ടും. പെറ്റമ്മയുടെ സ്നേഹം കിട്ടണമെങ്കിൽ അതിനൊരു ക്വാളിറ്റി വേണം. പെറ്റമ്മ പോയത് പോട്ടെ, പോറ്റമ്മ വന്നല്ലോ. സ്വന്തം അമ്മയെ സ്വന്തം അമ്മയായിട്ട് കാണാനായിട്ട് പഠിക്കണം. ശരിയല്ലേ? എടാ നീ പറയണ ഈ സ്വന്തം അമ്മയെ സ്വന്തം അമ്മയായിട്ട് കിടക്കണം, അല്ലെങ്കിൽ പോറ്റമ്മയെ പോറ്റമ്മയായിട്ട് കിടക്കണം. ഈ രേണുവിൻ്റെ പ്രവൃത്തി എന്താണ്? ശരിക്ക് രേണുവിൻ്റെ പ്രവൃത്തി എന്താണ്? രേണു കാണുന്നവരടുത്തൊക്കെ അങ്ങ് ചാടി വീഴേണ് ചെയ്യണത്. അമ്മയെ അമ്മയായിട്ട് കാണണം, എങ്കിലേ അമ്മയുടെ സ്നേഹം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അമ്മയുടെ മറ്റൊരു രീതിയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരാൾക്കും മനസ്സിലാക്കാൻ പറ്റില്ല. അത് ഞാൻ അതിലേക്കൊന്നും കൂടുതൽ പോകുന്നില്ല. അമ്മയെ കണക്ക് കണ്ടിരുന്നാലും അവൾ അങ്ങനെയല്ല കാണുന്നത്. അവളും മകനെന്നുള്ള രീതിക്കല്ല അവൾ അവിടെ കണ്ടത്, നേരെ തിരിച്ചാണ് അവിടെ വന്നിട്ടുള്ളത്. അവൾക്ക് ഇപ്പം കിച്ചുവിൻ്റെ കൂട്ടുകാരന്മാരെ കണ്ടാലും രേണുവിന് തോന്നുന്നത് വേറൊരു രീതിക്കാണ്. അങ്ങനെയാണ് രേണു. അല്ലെങ്കിൽ പിന്നെ വേറെ വീണയെ കല്യാണം കഴിച്ച് വീണായിട്ട് കഴിഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഇവൾ പോയി രേണു അവരെ നടിച്ചു മാറ്റി. അതിന് മുമ്പ് വേറൊരു സ്ത്രീയായിട്ട് കല്യാണം കഴിച്ചിരുന്നപ്പോൾ അന്നേ തുടങ്ങിയ പ്രണയമാണ്. അന്നേ അവൾ അങ്ങോട്ട് ചെന്ന് പിന്നെ കിച്ചുവിനെ വശത്തെ ആക്കിയാണ് അവനുമായിട്ട് സുധിയായിട്ട് ഒരുമിപ്പിച്ചത് കിച്ചുവാണ്. ഒരുപാട് ആ കിച്ചുവിനായിട്ട് കഷ്ടപ്പെടുത്തുന്നുണ്ട് രേണു. സ്കൂളിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവനെ ഈ തലച്ചുമടിൽ കൊണ്ടു നടക്കുന്ന ആൾക്കാർ അവനെ കല്ലെറിയും. ഇതൊക്കെ വെറുതെ വന്നിട്ട് രേണുവിനെ വെളുപ്പിക്കാനായിട്ട് മിക്കവാറും നിനക്ക് തന്നെ കിട്ടും കിച്ചുവിൻ്റെന്ന്. നീയാണ് കുടുംബം കലക്കി. ഇതിൻ്റെ ഇടയിൽ കിടന്ന് കുടുംബം കലക്കി. എത്ര നാൾ കൊണ്ട് നീ കുടുംബം കലക്കിയാണ്. അതാണ് രേണു ആ ഇൻ്റർവ്യൂവിൽ വന്നിരുന്ന് പറഞ്ഞത്. നിന്നെയാണ് പറഞ്ഞത്. നീ തുണിയും തൊടാതെ നടക്കുന്നുണ്ടല്ലോ. പറയുന്നൊന്നുമല്ല. കിച്ചു മോനെ, നീ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോണും സുധി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോണുകളും ഒക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ തെളിവും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത സംഭവങ്ങളൊന്നുമല്ല. അവളെ വളഞ്ഞിട്ട് ഒരു കൂട്ടം ആൾക്കാർ ആക്രമിച്ചു. രേണു ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോൺ എടുത്ത് നോക്കിയാൽ എന്തായിരിക്കും രംഗം? എവിടേക്കേ കൊണ്ടുപോയില്ലേ രേണു? 20 വയസ്സായ ഒരു പയ്യനുമായിട്ട്. അതൊക്കെ പിന്നെ എന്തെല്ലാം കാരണങ്ങൾ. ഈ ദുബായിൽ എന്തെന്ന് റാസൽ ഗൈമയിൽ രേണു പോണ എന്തിനാണ്? ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളില്ലേ? കഴിഞ്ഞിട്ട് ആ പെണ്ണിനെ ഇന്ന് ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ആ പെണ്ണ് ഇന്ന് രാവിലെ തൂങ്ങിക്കിടക്കായിരുന്നു. ഈ ഒരു അവസ്ഥയിൽ കിടക്കണ പെണ്ണ് രാവിലെ തൂങ്ങിക്കിടക്കുകയായിരുന്നു. തൂങ്ങിയ കിടക്കണ ചെയ്യണം, തൂങ്ങിയ ആടയല്ലേ ചെയ്യണത്. എന്തിരി സാധാരണ നിന്ന് തൂങ്ങുമ്പം തൂങ്ങി ആടണം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് ഇതിനകത്ത് തൂങ്ങിക്കിടക്കുകയായിരുന്നെന്ന്. ഇവന് വെളിവും കൊക്കണമൊന്നുമില്ല. ഇത് എവിടത്തുകാരൻ? പാലക്കാരൻ്റെ റഷീദാ നോക്കട്ടെ, പേര് നോക്കട്ടെ. അൻഷാദ് പാല. ഇതാണ് രേണു പറഞ്ഞത്. രേണുവിന് പ്രണയം ഉണ്ടെന്നും ഇങ്ങനെ മക്കനെ കേട്ട് കണ്ണ് മാത്രം കാണിച്ച് രേണു നടന്നതും ഇതാണ് അൻഷാദ് പാല. യവനായിരുന്നു. ചുമ്മേണ യവൻ ഇങ്ങനെ പിറക്കേന്ന് ഇങ്ങനെ ചൊറിഞ്ഞ് നടക്കണത്. രേണുവിനെ ഒട്ടി നടക്കണതിൻ്റെ കാര്യം എന്താണ്? അവന് വല്ലതൊക്കെ കിട്ടും. അതുമല്ല ഇപ്പം രേണു വയ്യാന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുന്നല്ലോ. അപ്പോഴത്തേക്ക് രേണുവിന് ഒരുപാട് പേര് കൊണ്ടുവന്ന് ഒരുപാട് പണം കൊടുക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ രേണു കോട്ടയം മെഡിക്കൽ കോളേജാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഏതൊരു മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലായിരുന്നാലും ചികിത്സാ കാർഡ് ഉണ്ടെങ്കിൽ 5 പൈസ പോലും ചിലവാവൂല. ചികിത്സാ കാർഡ് ഉണ്ടെങ്കിൽ. ചികിത്സാ കാർഡ് ഇല്ലാത്ത ആരാണ്? ഒരാൾ ചെന്ന് അവിടെ അഡ്മിറ്റായി കഴിഞ്ഞാൽ അവർക്ക് 1 രൂപ പോലും ചിലവാവൂല. രേണു വന്നിരുന്നോണ്ട് പറഞ്ഞ് രേണുവിൽ ലക്ഷങ്ങളാവും ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. രേണു കണ്ണടച്ചാണ് ആ കാര്യം പറയണത്. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ ഋതപ്പനെ നോക്കണോ, എൻ്റെ കുഞ്ഞിനെ നോക്കണമെന്ന് ഞാൻ എപ്പോഴും പറയും. ഇപ്പം എൻ്റെ വീട്ടുകാർ നോക്കും. ഞാൻ ചോദിക്കട്ടെ, ആ കിച്ചുവിന് ആരുണ്ട്? 2 വയസ്സിൽ അതിന് അമ്മയുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ കിട്ടിയിട്ടില്ലല്ലോ. അതിന് അച്ഛനുണ്ടാ? അതിൻ്റെ അച്ഛനും പോയി, ഋതപ്പൻ്റെ അച്ഛനും പോയി.
നിനക്കെന്തെങ്കിലും സംഭവിച്ചു പോയാൽ രേണു, നിൻ്റെ അമ്മയുണ്ട് നോക്കാൻ. അതായത് നിൻ്റെ ചേച്ചിയുണ്ട്, ചേച്ചിയുടെ ഭർത്താവുണ്ട്, ബാക്കിയുള്ളവരെല്ലാവരും ഉണ്ട്. പക്ഷേ അതുപോലെയാണോ കിച്ചുവിന് ആരുണ്ട് രേണു? കിച്ചുവിൻ്റെ അച്ചാമ്മയെന്ന് പറയുന്നത് അവർ വയസ്സായി, അവരല്ലേ ഉള്ളൂ. അവരെ കാലം കഴിഞ്ഞാലാ. അതുമല്ല, അതിന് അമ്മേരെ അച്ഛൻ്റെ സ്നേഹം കിട്ടിയാ. ആ ഋതപ്പനാണെങ്കിൽ നിൻ്റെ സ്നേഹം ഇത്രയും നാളെങ്കിലും കിട്ടിയെന്ന് പറയാം. കിട്ടിയില്ലേ? അതുപോലെ ഋതപ്പനെ കിച്ചു നോക്കും, പൊന്നു പോലെ നോക്കും കിച്ചു. നീ പറയണല്ല, കിച്ചു വരുമ്പോൾ എന്തൊരു മുട്ടായി പോലും വാങ്ങിച്ചുകൊണ്ട് കിട്ടില്ല. കിച്ചു എത്ര വീഡിയോ ചെയ്തു ഋതപ്പനെ നോക്കണം. ഋതപ്പന് ഓരോ സാധനങ്ങളുമായിട്ടാണ് കിച്ചു വരണത്. ഉള്ളത് പറയാല്ലേ, ഈ മോനെ കാണുമ്പോൾ വിഷമം വരും. ഈ മോനെയാണല്ലോ നീ ഗുണ്ടകളെ കൊണ്ട് നീ അവനെ അടിക്കാൻ ഒരുങ്ങണത്. നീ എന്തെല്ലാം പറയിക്കണ് രേണു? ഈ ഗുണ്ടകളെയും ഗുണ്ടികളെയും കൊണ്ട് നീ എന്തെല്ലാം ചെയ്യിക്കണം ഈ പാവം ഒരു കുഞ്ഞിന്. കഷ്ടം, അത് പോയി ജീവിക്കട്ടെ. അത് നിൻ്റെ അടുത്ത് ഇപ്പം വരുന്നില്ലല്ലോ. നീ പിച്ച കാശ് കൊടുത്തതുപോലെ നീ ബാക്കിയുള്ളവരെ കൊണ്ട് നീ വിളിച്ച് പറഞ്ഞില്ലേ രേണു? നീ ആ ശാരികയെ കൊണ്ട് എന്തെല്ലാം പറയിച്ച്. അതുപോലെ നിന്നെ ഇപ്പം ഈ കൊണ്ട് കിടക്കണം നിൻ്റെ കാമുകനെന്ന് പറയണ ഈ അവനെ കൊണ്ട് നീ എന്തെല്ലാം പറയിക്കുന്നുണ്ട്. അവന് അധികാരം ഏറ്റെടുത്തല്ലേ അവൻ പറയണ ആ കിച്ചൂന. അതിന് ഇടം കൊടുത്തത് നീയല്ലേ രേണു?